എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അന്നേരം ഒരു 6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ അത്ര സുപരിചിതമാകണമെന്നില്ല, കാരണം നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ അധികം വരാത്തതുകൊണ്ട് എൻ്റെ കണ്ടൻറ്റുകൾ നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കും. അന്നേരം കഴിഞ്ഞ കുറച്ച് ഇടകളായിട്ട് മുടി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പം അതിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും, കാരണം അത്രയും പേര് നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കെമിക്കൽ അടങ്ങിയിട്ടുള്ള നമ്മൾ വാങ്ങിക്കുന്ന ഡൈ പാക്ക് ഹെയർ ഓയിലൊക്കെ നമ്മൾ നല്ല പൈസ കൊടുക്കുകയും ചെയ്യും, നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാറുമില്ല. ഒരുപാട് കമൻറ്റുകൾ തുടർച്ചയായിട്ട് വന്നപ്പോൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അനാർക്കലി എത്തിക്കുകയാണ് കേട്ടോ. അനാർക്കലി എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ ഓയിലാണ്, നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ളതാണ്. നരച്ച മുടിയെ കറുപ്പിക്കാനും അകാല നര വരാതിരിക്കാനും താരനും ചൊറിച്ചിലും ഒക്കെ മാറി മുടി ഏത് പ്രായത്തിലും സമൃദ്ധമായിട്ട് വളരാനും പറ്റിയ ചേരുവകളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നല്ല ഉറക്കം കിട്ടാൻ ഇപ്പം മിക്ക ആൾക്കാർക്കിടെ ഒരു പ്രശ്നമാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കേട്ടോ. ഈ ഒരു എണ്ണയൊക്കെ നമ്മൾ തലമുടി തേക്കുന്ന സമയത്ത് തലയോട്ടിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. അത് ഏത് തരത്തിലുള്ള താരനാണെങ്കിൽ പോലും അത് മാറിക്കിട്ടും. അത് ചേരുവകൾ കൊണ്ട് അത്രയേറെ പ്രത്യേകതയാണ്. നമ്മളിതിനകത്ത് വെള്ളച്ചന്ദനം ചേർത്തിട്ടുണ്ട്, അഞ്ജനക്കല്ല്, അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മൾ മുടി വളരാനും താരനൊക്കെ മാറാനും നന്നായിട്ട് കിളിർത്ത് വരുന്ന മുടിയെ കറുപ്പോടെ കരുത്തോടു കൂടി വരാനും നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കാനൊക്കെ നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചിട്ടുള്ള ചേരുവകളാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാം നമ്മൾ അങ്ങാടിക്കടയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് നല്ലപോലെ കഴുകി ഉണക്കി ആണ് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. ഈ ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോയും അതിനോടൊപ്പം തന്നെ എടുക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കന്നേരം നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ മുടി മുറിക്കുന്നതിന് മുമ്പ് ഇത്രയും നീളം ഉണ്ടായിരുന്നു. നമ്മളൊരു 2-3 മാസം കൂടുമ്പോൾ നമ്മൾ മുടി ഇതാണ്ട് ഇത്രത്തോളം മുടി മുറിക്കുമായിരുന്നു കേട്ടോ. തന്നെത്താനാണ് മുടി മുറിക്കുന്നത്. അന്നേരം നമ്മൾ മുടി മുറിച്ചിട്ട് പിന്നെ വളർന്നു വന്ന മുടിയാണ്. ഹെയർ ഡൊണേഷൻ ചെയ്തതിന് ശേഷം എൻ്റെ മുടി വളർന്നു വന്നതാണ് ഇത്രയും രീതിയിലോട്ട് കേട്ടോ. അന്നേരം നമ്മൾ നല്ല രീതിയിൽ മുടിയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്ക്. നമ്മളിപ്പം ഇതിലെടുത്തിരിക്കുന്ന ഓരോ ചേരുവയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് താരം മാറിയാൽ തന്നെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറും കേട്ടോ. പ്രത്യേകിച്ച് മുടി വളരാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരനാണ്. അതിപ്പോൾ ഏത് തരത്തിലുള്ള താരനാണെങ്കിലും നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. നല്ല മണമാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള ചേരുവകളാണ് ഇതിൽ പ്രധാനപ്പെട്ടതുള്ളതെന്ന് നമ്മളെപ്പോഴും വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. നമ്മളെപ്പോഴും മുടി എണ്ണ തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരലിൻ്റെ തുമ്പ് കൊണ്ട് തലയോട്ടിലും തലമുടിയും നല്ലപോലെ തണ്ട് ഇതുപോലെ നമ്മൾ തന്നെ മസാജ് ചെയ്യുക. കുറേ നേരം ചെയ്യണമെങ്കിൽ അത്ര നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും വെക്കുക. 1 മണിക്കൂർ വെക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. അത്രയും വെച്ചിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പം ജലദോഷം തുമ്മലൊക്കെ വരാതിരിക്കാനും വേണ്ടി ഇതിലേക്ക് ഞവരയിലയും തുളസിയിലയൊക്കെ നമ്മൾ ധാരാളമായിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലെടുക്കുന്ന ഓരോ ചേരുവയും അത്രയേറെ പ്രാധാന്യമുള്ളത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്ന ചേരുവകളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ചെമ്പരത്തിപ്പൂവും അതുപോലെ തെറ്റിയും പനിക്കുറുക്ക ഞവരയില മൈലാഞ്ചി അങ്ങനെ തുടങ്ങി ഒരുപാട് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ ചേരുവകൾ നമ്മൾ പ്രത്യേകിച്ച് ആയുർവേദ ഷോപ്പിൽ പോയി നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങിച്ച് ഫ്രഷ് ആയിട്ടുള്ള ചേരുവകളാണ്. നല്ലപോലെ കഴുകി ഒട്ടും തന്നെ വെള്ളം നനവില്ലാതെ ഇതെല്ലാം അരച്ചെടുക്കുകയാണ്. കറ്റാർവാഴ, അങ്ങനെ തുളസി, കയ്യൂന്നി, ബ്രഹ്മി, അങ്ങനെ തുടങ്ങി ഒരുപാട്, അഞ്ജനക്കല്ല്, നെല്ലിക്ക ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. നെല്ലിക്ക എന്ന് വെച്ചാൽ ഓരോ ചേരുവയും എടുത്ത് പറയേണ്ടത്. നെല്ലിക്ക നമ്മൾ സാധാ നെല്ലിക്കയല്ല, നമ്മുടെ നാടൻ നെല്ലിക്കയാണ് ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അതിനാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളം നനവില്ലാതെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണയല്ല, ഇത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. നമ്മൾ ഇതിനെടുക്കുന്നതിന് ഓരോന്നിനും ഓരോ ഇതുണ്ട്, കണക്കുകളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറേ സമയം മെനക്കെട്ട് അത്രയേറെ ശ്രദ്ധയോടുകൂടിയും അത്രയേറെ നമ്മൾ അത്രയും ഇത് എടുക്കുന്ന ചേരുവകളുടെ പ്രാധാന്യം നമ്മൾ ഓർക്കണം. തയ്യാറാക്കുന്ന രീതിയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അതിൻ്റെ മൂപ്പ് കൂടി കുറഞ്ഞ് അതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എല്ലാം കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബോറായിട്ട് തോന്നും. നമ്മൾ കുറേ മണിക്കൂറുകൾ മെനക്കെട്ട് ഈ ഓരോ ചേരുവകൾ നമുക്ക് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. നല്ല ഒരുപാട് നമ്മൾ ആയുർവേദം
മാത്രം കിട്ടുന്ന അങ്ങാടിക്കടകളിൽ, എല്ലാ അങ്ങാടിക്കടയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയൊക്കെ കാച്ചിട്ട് കുറേയേറെ കരിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനതാണ് പറഞ്ഞത്, ഒരു എണ്ണ ഉപയോഗിച്ചാൽ മുടിയുടെ നര മാറുമോ എന്ന് ചോദിച്ചതിൻ്റെ തെളിവാണ് നമ്മൾ ഈ തയ്യാറാക്കുന്ന രീതി. അതിൽ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം അകാല നര വരാതിരിക്കാനും നരച്ച മുടി പൂർണ്ണമായും കറുത്ത് വരാനും കിളിർത്ത് വരുന്ന മുടിയെ നല്ല കറുപ്പോടെ കരുത്തോടെ വരാനും വേണ്ടി സഹായിക്കുന്ന ഓയിലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് താരൻ മൂലം ഒരുപാട് പേർക്ക് പ്രശ്നമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാകട്ടെ പല രീതിയിലുള്ള കാരണങ്ങളാണ്. അതിനെല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു എണ്ണ. താരൻ ഏത് തരത്തിലുള്ള താരനായിക്കോട്ടെ ഈ ഒരു എണ്ണ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും താരൻ മാറും, ചൊറിച്ചിൽ മാറും. കിളിർത്ത് വരുന്ന മുടി നല്ല കരുത്തോടെ കറുപ്പോട് കൂടി വരാൻ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ നല്ല ഇടതൂർന്ന മുടികൾ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ അനാർക്കലി ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അന്നേരം താല്പര്യമുള്ളവർക്ക് ഇത് 200 ml ബോട്ടിലാണ്, 850 രൂപയാണ്. ഞാൻ വീഡിയോയിൽ മുമ്പേ പറഞ്ഞതാണ്. വിത്ത് ഷിപ്പിംഗ് ചാർജും കൂടെ ആണ് കൊടുക്കണം. അതുപോലെ തന്നെ 100 ml നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഹെയർ ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചേരുവകളൊക്കെ എടുത്ത് തയ്യാറാക്കുന്നതാണ് മിക്ക ആൾക്കാർക്കും താല്പര്യം, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് താല്പര്യം. അത് നമ്മൾ നമ്മുടെ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ചേരുവയാകുമ്പോൾ നിങ്ങൾക്ക് അത്രയേറെ വിശ്വസിച്ച് യാതൊരു വിധമായ കെമിക്കൽസോ അല്ലാതെ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഒരുപാട് ചേരുവകളുടെ എണ്ണം ഞാൻ എടുക്കുന്നില്ല, ചേരുവകളുടെ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് വലുതായിപ്പോയി ഒരു വീഡിയോ. അന്നേരം നമ്മൾ തയ്യാറാക്കുന്ന രീതി ചേരുവകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മണമാണ് കേട്ടോ. മണവും അതിലേറെ ഗുണവും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങിക്കുന്നതിനുള്ള നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ എൻ്റെ മുടിയെ ഇതാണ് തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അത് നമ്മൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഹെയർ ഡൊണേഷൻ ചെയ്യണം എന്നുള്ളത്. 20 മുതൽ 25 സെൻറ്റിമീറ്ററോളം ഞാൻ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം, അല്ലേ തന്നെ 3 മാസം കൂടുമ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യും, സ്വന്തമായിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഈ ഇത്രയും അളവിൽ ഞാൻ കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അതിന് ശേഷം ഈ ഒരു എണ്ണ മുടിയുടെ തുമ്പിൽ തേക്കുക. അത് തുടർച്ചയായിട്ട് ആവർത്തിക്കുന്ന സമയത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.